ഇന്ത്യയുടെ ആധുനിക വിദേശനയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അധ്യായത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ലോകരാഷ്ട്രീയത്തിന്റെ മാറുന്ന സമവാക്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു ആത്മവിശ്വാസമുള്ള സ്വയംപ്രഭയായ ശക്തിയായി ഉയർത്തിയെടുക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെട്ട വിദേശ സമീപനം ശ്രദ്ധേയമാണ്. സഖ്യബന്ധങ്ങളും തന്ത്രപരമായ പങ്കാളിത്തങ്ങളും സമവാക്യങ്ങളും എല്ലാം പുതുക്കി പണിയുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാട് ഒരു അനുകരണീയ മാതൃകയായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ചും ആഗോള ഊർജ്ജ സുരക്ഷയെക്കുറിച്ചുമുള്ള അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിങ്കളാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ദീർഘമായ ഫോൺ സംഭാഷണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. സംഘർഷം മൂലമുണ്ടാകുന്ന ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ജയശങ്കർ സംഭാഷണത്തെക്കുറിച്ച് എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചതടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ആശയവിനിമയം തുടരാൻ തീരുമാനിച്ചതായും ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നയത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന നോൺ അലൈൻമെന്റ് എന്ന തത്വശാസ്ത്രം ഇന്ന് മൾട്ടി അലൈൻമെന്റ് എന്ന പ്രായോഗിക സമീപനത്തിലേക്ക് വളർന്നിരിക്കുകയാണ് എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാവുകയാണ് ഈ ധീരമായ നടപടി. ഈ മാറ്റത്തിന്റെ പിന്നിൽ മോദിയുടെ ദൂരദർശിത്വവും ധൈര്യവും വ്യക്തമാണ്. ഒരേ സമയം അമേരിക്കയുമായും റഷ്യയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ഗൾഫ് രാഷ്ട്രങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തുന്ന ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഓരോ നീക്കവും ആസൂത്രണം ചെയ്യുന്നത്. ഈ നയതന്ത്ര സമുദ്രിതാവസ്ഥ ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇന്നത്തെ സാഹചര്യത്തിൽ പുതിയ ഉയരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. പ്രതിരോധ സഹകരണവും സാങ്കേതിക പങ്കാളിത്തവും സാമ്പത്തിക ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക മുന്നേറ്റം കൈവരിച്ചു കഴിഞ്ഞു. അതേസമയം പരമ്പരാഗത സഖ്യകക്ഷിയായ റഷ്യയുമായുള്ള ബന്ധവും ഇന്ത്യ തുല്യ പ്രാധാന്യത്തോടെ നിലനിർത്തുന്നു. ഇതിലൂടെ ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നതും ആരുടെയും നിഴലിൽ നിൽക്കാത്ത ശക്തിയായി മാറുന്നതും വ്യക്തമാണ്. മോദിയുടെ വിദേശ നയത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു ഘടകമാണ് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമം. നൈബർഹുഡ് ഫസ്റ്റ് എന്ന നയം ഈ ദിശയിലെടുത്ത വലിയൊരു ചുവടുവയ്പാണ്. ദക്ഷിണേന്ത്യൻ മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ സജീവമായി ഇടപെടുകയും സഹായവും വികസന പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതിലൂടെ ഇന്ത്യ ഒരു നേതൃസ്ഥാനത്തെത്തുകയും പ്രാദേശിക ശക്തിയായി നിലകൊള്ളുകയും ചെയ്യുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം പുതുക്കിപ്പണിയുന്നതിലും മോദി സർക്കാർ വലിയ വിജയം കൈവരിച്ചു. ഊർജ്ജ സുരക്ഷയും വ്യാപാര ബന്ധങ്ങളും ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമവും മുൻനിർത്തി രൂപപ്പെടുത്തിയ നയങ്ങൾ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചു. ഒരിക്കൽ അകന്നു നിന്നിരുന്ന ഈ മേഖലയുമായി ഇന്ന് ഇന്ത്യ അടുത്ത കൂട്ടാളിത്തത്തിലേക്ക് എത്തിയിരിക്കുന്നത് വിദേശ നയ വിജയത്തിന്റെ തെളിവാണ് എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ആക്ട് ഈസ്റ്റ് പോളിസി മുഖേന ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സഹകരണം വർദ്ധിച്ചതോടെ ഇന്ത്യ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാന സാന്നിധ്യം ശക്തമായി. സമുദ്ര സുരക്ഷയും വ്യാപാര പാതകളും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്ന ശക്തിയായി മാറി. ലോകതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം ശക്തമാക്കുന്നതിലും മോദിയുടെ പങ്ക് നിർണായകമാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ നിലപാടുകൾ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുന്ന നേതാവായി അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് ലോകം ശ്രദ്ധാപൂർവം കേൾക്കുന്ന അവസ്ഥയായി ഇന്ന്. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ചിന്താഗതിയെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ ഇന്ത്യ ഒരു നൈതിക ശക്തിയായി ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും വിദേശ നയ വിജയവുമായി ചേർന്ന് നിൽക്കുന്നു. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലും ആഗോള കമ്പനികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിലും സർക്കാരിന്റെ നയങ്ങൾ വലിയ പങ്ക് വഹിച്ചു. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ പോലുള്ള പദ്ധതികൾ വിദേശ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിച്ചു. ഇതിലൂടെ ഇന്ത്യ ഒരു വിപണി മാത്രമല്ല, ഒരു നിർമ്മാണ കേന്ദ്രമായി മാറുകയാണ്. അടുത്ത കാലത്ത് നടന്ന നയതന്ത്ര ഇടപെടലുകൾ ഇന്ത്യയുടെ സജീവമായ വിദേശ നയത്തെ കൂടുതൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഉയർന്ന തല ചർച്ചകളും ഫോൺ സംഭാഷണങ്ങളും തന്ത്രപരമായ കൂടിക്കാഴ്ചകളും എല്ലാം ഇന്ത്യയുടെ പ്രാധാന്യം എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ ഇടപെടലുകൾ വഴി ഇന്ത്യ ലോകത്തിലെ പ്രധാന ശക്തികളുമായി നിരന്തരമായ ബന്ധം നിലനിർത്തുകയും ആഗോള വിഷയങ്ങളിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ വിദേശ നയം ഒരു പുതിയ ദിശയിലാണ് ഇന്ന് മുന്നേറുന്നത്. അതൊരു സംരക്ഷണാത്മക സമീപനം മാത്രമല്ല, മറിച്ച് ആത്മവിശ്വാസവും സജീവതയും നിറഞ്ഞ ഒരു പ്രായോഗിക നയതന്ത്രം കൂടിയാവുകയാണ്. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം ആഗോള സഹകരണത്തെയും സമാധാനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമതുലിത നിലപാട് ഇതിലൂടെ പ്രകടമാവുകയാണ്. ഇന്ത്യ ഒരു വിശ്വഗുരു എന്ന നിലയിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിൽ വിദേശ നയം നിർണായക ആയുധമായി മാറിയിരിക്കുകയാണ്. ഈ യാത്രയിൽ മോദിയുടെ നേതൃത്വവും ദൂരദർശിത്വവും ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ലോകരാഷ്ട്രീയത്തിലെ ഇന്ത്യ ഇനി ഒരു നിരീക്ഷകൻ മാത്രമല്ല, ഒരു നിർണായക തീരുമാനകർത്താവായി കൂടി മാറിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം.